Welcome to today's insightful session. We are honored to have Dr. Mohammed Shaheen with us, Professor and Director at University of Calicut. Get ready for transformative ideas. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് വിഭാഗം പ്രൊഫസറാണ്. ഒപ്പം തന്നെ ഇറ്റലിയിലടക്കം ലോകത്തെ പല പ്രമുഖ ശാസ്ത്രവേദികളിലൊക്കെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഫിസിക്സിൽ അറിയപ്പെട്ട ഒരു ഗവേഷകനും അക്കാഡമിക് മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തെ വളരെ ഹൃദ്യമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. വെൽക്കം. സാധാരണഗതിയിൽ നമ്മൾ വാട്ട് ഈസ് ലൈറ്റ് എന്ന് കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ചുറ്റും പാടുള്ള സാധനങ്ങളെ കാണുന്നതിനുള്ള ഒരു എനർജിയുടെ ഒരു രൂപമാണ് എന്ന് പറയും. പിന്നെ ഒരു കുറച്ചും കൂടി വലിയ കുട്ടികളോട് SLCക്ക് പഠിക്കുന്ന അല്ലെ +2 കുട്ടികളോടൊക്കെ ചോദിച്ചാൽ അവർ കുറച്ചുകൂടി ഡീറ്റെയിൽസ് പറയും. അത് പിന്നെ ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ട്രാവൽസ് ത്രൂ സ്പേസ്. പിന്നെ ലൈറ്റിന് യാത്ര ചെയ്യാൻ ഒരു മീഡിയത്തിന്റെ ഒരു പിന്നെ ആവശ്യമൊന്നുമില്ല പിന്നെ എന്നൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് പറയും. അപ്പൊ നമുക്കറിയാം നമ്മൾ കാണുന്നത് കണ്ണുകൊണ്ടാണ്. അപ്പൊ ആ കണ്ണുകൊണ്ട് കാണുമ്പോൾ തന്നെ ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ആദ്യം ഇല്യൂമിനേറ്റ് ചെയ്യണം, അപ്പോഴേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോ ഇല്യൂമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ലൈറ്റിനെ കൊണ്ട് ലൈറ്റ് അതിൽ തട്ടിക്കുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യുന്ന രശ്മികള് നമ്മുടെ കണ്ണിലൂടെ എത്തുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ കുറെ കൂടി ഒരു ഫിലോസോഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂവില് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ പറയുന്നത് എന്താ വെച്ചാല് മറഞ്ഞു കിടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ വെളിവാക്കുകയും അറിവിലേക്കും സത്യത്തിലേക്കും മനസ്സിനെ നയിക്കുകയും ചെയ്യുന്ന ശക്തിയാണ് പ്രകാശം എന്ന് പറയാം. എന്ന് വെച്ചാൽ ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാലുള്ള യാഥാർത്ഥ്യങ്ങളെ നമുക്ക് പിന്നെ കാണാൻ കഴിയില്ലല്ലോ. അപ്പൊ ലൈറ്റ് ഇടുമ്പോൾ അതോടുകൂടി കുറെ കൂടി ക്ലാരിറ്റിയോട് കൂടി അവിടെ എന്താ ഉള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പിന്നെ നമ്മളെ നയിക്കുകയും ചെയ്യുന്ന ഒരു ശക്തി, ഒരു എനർജിയാണ് ലൈറ്റ് എന്ന് പറയും. അപ്പൊ ഇതാണൊരു കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ. പിന്നെ ഇനി യഥാർത്ഥത്തിൽ നമ്മളൊരു ഹ്യൂമൻ ഐയിലൂടെയാണ് നമ്മൾ കാണുന്നത്. ആ കാണുന്നതിലെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമുക്കൊരു കണ്ണിന്റെ മുമ്പിൽ ഒരു ലെൻസ് ഉണ്ട്, കോർണിയ ഉണ്ട്, പിന്നെ ഐറിസ് ഉണ്ട്, പിന്നെ ബാക്കിൽ റെറ്റീന ഉണ്ട്. ഇവിടെ ഒരുപാട് നെർവ് സെല്ലുകളൊക്കെ ഉണ്ട്. ആ സെല്ലുകള് ഈ ഇമേജിനെ പിന്നെ വ്യത്യസ്ത കളറുകളും പിന്നെ അതേ രീതിയിൽ അതിന്റെ ഇന്റൻസിറ്റി അങ്ങനത്തെ കുറെ ഡീറ്റെയിൽസ് നമ്മുടെ ബ്രെയിനിലോട്ട് ഒപ്റ്റിക് നെർവിലൂടെ ബ്രെയിനിൽ എത്തുമ്പോഴാണ് നമ്മളൊരു കാഴ്ച ഫീല് വരുന്നത്. അപ്പൊ ഏറ്റവും നമ്മൾ ഒരിക്കലും ഈ ഒബ്ജക്റ്റ് തലകീഴായിട്ടുള്ളത് അറിയാത്തത് നമ്മളെ ബ്രെയിൻ ആ രീതിയിൽ പ്രോഗ്രാം ചെയ്തത് കൊണ്ടാണ്. ഈ കാര്യങ്ങളൊക്കെ അതിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പിന്നെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ലൈറ്റ് കൊണ്ട് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ ബിയോണ്ട് ആയിട്ട് രണ്ട് ഭാഗത്തും പിന്നെ ലൈറ്റുകൾ ഉണ്ട്. ലൈറ്റുകൾ അല്ലെങ്കിൽ റേഡിയേഷൻ ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പിന്നെ റെഡ് ആണ് ലെഫ്റ്റ് സൈഡിൽ. അതിനേക്കാളും കുറഞ്ഞ എനർജി ഉള്ളതാണ് ഇൻഫ്രാ എന്ന് പറയുന്നത്, ഇൻഫ്രാറെഡ്. അപ്പൊ ഇൻഫ്രാറെഡ് നമുക്ക് ഇൻഫ്രാറെഡ് ക്യാമറ കൊണ്ടിട്ട് നമുക്ക് ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിലെ മൂക്കിന്റെ ഭാഗത്തോ ഒക്കെ കുറച്ചുകൂടി കളറ് പിന്നെ ബ്രൈറ്റ് ആയിട്ട് കാണാൻ കഴിയും. കാരണം അത് ഹീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനേക്കാളും താഴെയാണ് മൈക്രോവേവ്, പിന്നെ റേഡിയോ വേവ്. പിന്നെ ഇതേ രീതിയിൽ ഇപ്പുറത്തെ സൈഡിൽ ഇപ്പം വിബ്ജിയോർ എന്ന് പറയുമ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച്, റെഡില് വയലറ്റ് ആണ് ഏറ്റവും എനർജി കൂടിയിട്ടുള്ളത്. അപ്പൊ അതിനേക്കാളും കൂടിയ എനർജി ഉള്ളതാണ് അൾട്രാ വയലറ്റ്. പിന്നെ അതിലും കൂടുതൽ എക്സ്റേ, ഗാമ-റേ എന്നൊക്കെ പറയുന്നത്. ഈ രീതിയിൽ വളരെ വിശാലമാണ് ലൈറ്റ്. പക്ഷെ ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. പക്ഷെ നമ്മൾ കാണുന്നത്, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് ഇത് മാത്രമാണ്. പിന്നെ എന്താണ് ഈ കളറുകളെ വ്യത്യാസപ്പെടുത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസി. വേവ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വേവിന്റെ ഇവിടുന്ന് അതേ സ്റ്റേറ്റിലുള്ള വേറൊരു പോയിന്റ്, ഏറ്റവും അടുത്തുള്ള പോയിന്റ് വരെയുള്ള ദൂരത്തിനാണ്
വേവ് ലെങ്ത് എന്ന് പറയുന്നത്, ഒരു വേവ് ലെങ്ത്. അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ എത്ര വേവുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച്. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു സെക്കൻഡിലുള്ള ടൈം ആണെങ്കിൽ ഒരു വേവ് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഒരുപാട് വേവുകൾ വന്നു. ഒരു റിലേറ്റീവ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഹൈ ഫ്രീക്വൻസി വളരെ കൂടുതലാണ്, ഇവിടെ വളരെ കുറവാണ്. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ലൈറ്റുകള് ലോ എനർജി ഉള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം, ഈ ഗാമാറേ എക്സ്റേ കൊണ്ടിട്ട്. അപ്പോ എക്സ്റേ കൊണ്ടൊന്നും ഒരു ജീവികളും കാണാത്തതിന് കാരണം എന്താ വെച്ചാൽ അത് സാധാരണ നമ്മുടെ ശരീരത്തെ അത് സെല്ലുകളെയൊക്കെ അത് പിന്നെ ഡാമേജ് ചെയ്യുന്ന ഒരു കാര്യം കൊണ്ടാണ്. സാധാരണ ഇതിൽ വേവ് ലെങ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാനോമീറ്റർ എന്ന് പറയും. നാനോ എന്ന് പറഞ്ഞാൽ 10⁻⁹ പിന്നെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിന്റെ മുമ്പിൽ 9 പൂജ്യങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ 10⁻⁹ എന്ന് പറയും. അതിലൊന്നാണ് നാനോ എന്ന് പറയുന്നത്, നാനോമീറ്റർ എന്ന് പറയുന്നത്. ഒരു മീറ്ററിന്റെ അത്രയും ചെറിയൊരു സംഗതിയാണ് ഇവിടുത്തെ യൂണിറ്റ്. അത് 380 മുതൽ 450 വരെയാണ്. അല്ല, ഫ്രീക്വൻസി നേരെ ഇത് രണ്ടും കൂടി ഗുണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റിന്റെ ഫ്രീക്വൻസി കിട്ടും, ലൈറ്റിന്റെ വെലോസിറ്റി കിട്ടും. അപ്പൊ അതാണ്, ഇത് കുറയുമ്പോൾ ഇത് കൂടുമ്പോൾ ഇവിടെ കുറയും. അപ്പോ നോക്കുമ്പോൾ വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്, റെഡിനാണ് ഏറ്റവും കുറവുള്ളത്. പിന്നെ മനുഷ്യന് ഈ കളറുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിന്റെ അർത്ഥം മറ്റു ജീവികൾക്ക് അത് കാണാൻ പറ്റുന്ന ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പൊ ഉദാഹരണമായിട്ട് ബീസ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവരുടെ ജീവിത രീതിയും പിന്നെ അവരുടെ പിന്നെ പിന്നെ അവയുടെ പിന്നെ മറ്റ് ജീവികളൊക്കെ ഒന്നും മറ്റൊക്കെ ജീവിക്കുന്ന, അല്ലെങ്കിൽ ബീസ് ആണെങ്കിൽ ഹണി, ഫ്ലവേഴ്സ് എന്നൊക്കെ കിട്ടുന്ന. അപ്പൊ അവിടെയൊക്കെ ഈ അൾട്രാവയലറ്റ് രശ്മികള് പിന്നെ വിസിബിൾ ലൈറ്റിനേക്കാളും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ആ രീതിയിൽ അതിന്റെ കണ്ണുകൾക്ക് അത് UV ലൈറ്റിനെ കൂടി അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ചില ജീവികളുടെ ഇപ്പം പാമ്പുകള്, അവയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് നാവ് ഇങ്ങനെ പുറത്തോട്ടിടുന്ന ഇൻഫ്രാറെഡ് ഡിറ്റക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അത്തരം പല ജീവികളും ഇപ്പൊ അതേ രീതിയിൽ കൊതുകുകള് ഇൻഫ്രാറെഡ്, കാരണം പിന്നെ അത് രക്തം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഫ്രാറെഡ് ആണ് അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ പല ജീവികളും പല അഡാപ്റ്റേഷൻ ഉള്ളതാണ്. പിന്നെ ലൈറ്റിനെ പറ്റിയിട്ട് പല സൂറത്തുകളിലും പറയുന്നത് ഒക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ കാര്യത്തെ പറ്റിയിട്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ പിന്നെ പിന്നെ ഇതേ നമ്മളിപ്പോ ഖുറാൻ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഖുറാൻ കേൾക്കുമ്പോൾ അത് ഒരു ശാസ്ത്ര പുസ്തകം എന്നുള്ള രീതിയിലല്ല, പക്ഷെ അതിൽ ഒരുപാട് പിന്നെ ഒരു അമാനുഷിക ഗ്രന്ഥം എന്നുള്ള രീതിയിൽ അന്നത്തെ കാലത്തെ ആളുകൾക്ക് മനസ്സിലാവാത്ത, പക്ഷെ ഇന്നത്തെ കാലത്തുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുള്ളതാണ്. അതിന്റെ ഒരു അമാനുഷികമായിട്ടുള്ള ഒരു പുസ്തകമാണ് എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തം. അപ്പൊ നേരത്തെ സപ്ത വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച്, റെഡ് എന്നുള്ള ആ സപ്ത കളേഴ്സിനെ പറ്റിയിട്ട് പിന്നെ ഖുറാനിൽ 7 തവണ പറഞ്ഞത് ആ രീതിയിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഹിന്റ് ആണ് ഉള്ളത്. ഇതിലുള്ള ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ് കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം സുഹൈർ അലി ഇത്തരം ഒരു പരിപാടി നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് പറഞ്ഞു, എനിക്ക് നിർബന്ധമായിട്ടും അതിൽ ഭയങ്കര താല്പര്യമുണ്ട് പിന്നെ എന്ന് പറയുകയും അതിൽ പങ്കെടുക്കണം എന്ന് ഞാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഏതായാലും ഈ പരിപാടിയെ പറ്റിയിട്ട് പിന്നെ കൂടുതൽ അറിവും പിന്നെ ആനന്ദവും ഈ പ്രോഗ്രാം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക്